നമസ്കാരം. കർണാടകയിലെ കുടകിൽ ട്രക്കിങ്ങിനിടെ കാണാതായ മലയാളി യുവതിക്കായി ഇന്നും തെരച്ചിൽ തുടരുകയാണ്. കോഴിക്കോട് നാദാപുരം സ്വദേശിയായ ശരണ്യയ്ക്ക് വേണ്ടി കർണാടക വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ചേർന്നാണ് തെരച്ചിൽ തുടരുന്നത്. കുടകിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ തടിയൻഡമോൾ കയറുന്നതിനിടെ 2-ാം തീയതി ഉച്ച മുതലാണ് ശരണ്യയെ കാണാതായത്. പോലീസ്, വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരുമടക്കം 60 പേരാണ് തെരച്ചിൽ നടത്തുന്നത്. 5 സംഘങ്ങളായി തിരിഞ്ഞാണ് തെരച്ചിൽ നടത്തുന്നത്. ഇന്ന് രാവിലെയും ശരണ്യയ്ക്കായി തെരച്ചിൽ തുടങ്ങി. ഡ്രോണുകളും സ്നിഫർ നായകളെയും ഉപയോഗിച്ച് വനത്തിനകത്തും മറ്റു വഴികളിലും പരിശോധന നടത്തുന്നുണ്ട്. കനത്ത കാടും പ്രതികൂലമായ കാലാവസ്ഥയും തെരച്ചിലിന് വെല്ലുവിളിയാകുന്നുണ്ട്. എറണാകുളത്ത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ശരണ്യ GS തനിച്ചാണ് കുടകിലെത്തിയത്. 36 വയസ്സാണ്. ഏപ്രിൽ 2-ന് ഒറ്റയ്ക്കാണ് കൊച്ചിയിൽ നിന്ന് ശരണ്യ കുടകിലെത്തിയത്. നാപ്പോക്ലുവിനടുത്തുള്ള യാവകപ്പാടി ഗ്രാമത്തിലെ ഹോം സ്റ്റേയിലാണ് താമസിച്ചിരുന്നത്. ഏപ്രിൽ 2-ന് രാവിലെ 8:15ഓടെ വനംവകുപ്പിന്റെ അനുമതി വാങ്ങിയാണ് ട്രെക്കിംഗ് ആരംഭിച്ചത്. കാട്ടാന ശല്യമുള്ളതിനാൽ മറ്റ് 10 പേരടങ്ങുന്ന സംഘത്തിനൊപ്പം പോകാൻ ശരണ്യയോട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചിരുന്നു. വൈകുന്നേരം 4 മണിയോടെ സംഘം തിരിച്ചെത്തിയെങ്കിലും ശരണ്യ ഇവർക്കൊപ്പമുണ്ടായിരുന്നില്ല. തനിക്ക് വഴിതെറ്റിയതായി ശരണ്യ ഹോം സ്റ്റേ ജീവനക്കാരെ ഫോണിലൂടെ അറിയിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഫോൺ സിഗ്നൽ നഷ്ടപ്പെട്ടു. ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു. അതേസമയം ശരണ്യയെ കാണാനില്ലെന്ന് അറിഞ്ഞ് നാട്ടിൽ നിന്നും സഹോദരൻ കുടകിലെത്തിയിട്ടുണ്ട്. നാപ്പോക്ലു പോലീസ് സ്റ്റേഷനിൽ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടരുകയാണ്. യുവതി അപകടത്തിൽപ്പെട്ടതാണോ അതോ ഇനി വഴിമാറി സഞ്ചരിച്ചതാണോ എന്ന് അധികൃതർ പരിശോധിക്കുന്നുണ്ട്. കർണാടകയിലെ കുടകിൽ ട്രക്കിങ്ങിനിടെ കഴിഞ്ഞ ദിവസമാണ് ശരണ്യയെ കാണാതായത്. ഇന്ന് രാവിലെയും തെരച്ചിൽ തുടരുകയാണ്. അതേസമയം ട്രക്കിങ്ങിനായി ശരണ്യ പോകുന്നതുവരെയുള്ള CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം ശരണ്യയുടെ യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. അവസാനമായിട്ട് വഴിതെറ്റി എന്ന വിവരം മാത്രമാണ് ഫോണിലൂടെ നൽകാൻ കഴിഞ്ഞത്. അതേസമയം കാട്ടാന ശല്യമുള്ളതുകൊണ്ട് തന്നെയാണ് ശരണ്യയോട് ഒറ്റയ്ക്ക് പോകണ്ട എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. എന്നാൽ ശരണ്യ ഒറ്റയ്ക്ക് പോകാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു. ശരണ്യയ്ക്കായി അപ്പോൾ തന്നെ തെരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. എന്തായാലും വഴിതെറ്റിപ്പോയതാണോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. 60 പേരാണ് ഇപ്പോൾ ശരണ്യയ്ക്കായി തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്. ട്രക്കിങ്ങിനായി പോയ ഒരു സംഘം തിരിച്ചെത്തിയത് 4 മണിക്കാണ്. അതിനു മുമ്പ് തന്നെ ശരണ്യ ഉദ്യോഗസ്ഥരെ വിളിച്ച് തനിക്ക് വഴിതെറ്റിപ്പോയതായി പറഞ്ഞിരുന്നു. പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആയി മാറിയ ഒരവസ്ഥയായിരുന്നു. എന്തായാലും ഫോണിന്റെ സിഗ്നൽ നഷ്ടപ്പെട്ടതായിരിക്കാം ഇതിനുള്ള കാരണമെന്ന് പറയപ്പെടുന്നുണ്ട്. എന്തായാലും ഫോൺ സ്വിച്ച് ഓഫ് ആണ് നിലവിൽ. ശരണ്യയുടെ ബന്ധുക്കളടക്കം ഇപ്പോൾ കുടകിൽ എത്തിച്ചേർന്നിട്ടുണ്ട്.